പോത്തുണ്ടിയിൽ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെ ഇളയ മകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം അനുവദിച്ചു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 2025 ജനുവരി 27-നാണ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ 75-കാരിയായ ലക്ഷ്മി, മകൻ 56-കാരൻ സുധാകരൻ എന്നിവർ ദാരുണമായി കൊല്ലപ്പെട്ടത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു ചെന്താമര. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് ഇയാൾ സുധാകരനെയും അമ്മയെയും ആക്രമിച്ചത്. ചെന്താമരയ്ക്ക് സജിതാവധ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരുന്നു. സുധാകരനും സജിതയ്ക്കും 2 പെൺമക്കളാണുള്ളത്. ഇവരിൽ മൂത്ത കുട്ടി വിവാഹിതയാണ്. അനാഥരായ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാർ സഹായം പാർട്ടി ഇടപെട്ട് ലഭ്യമാക്കിയതെന്ന് കെ ബാബു MLA UTVയോട് പറഞ്ഞു. ആ കുടുംബത്തെ സംരക്ഷിക്കണം എന്ന രൂപത്തിൽ അന്ന് തന്നെ MLA എന്ന നിലയിലാണെങ്കിലും പുരോഗമന പ്രസ്ഥാനം CPIM ആണെങ്കിലും ഇടപെട്ടിരുന്നു. അതുപോലെ മറ്റു പലരും ആ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. കൊടും ക്രിമിനലുകൾ ഈ സമൂഹത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല. ആ നിലയിലേക്ക് ബഹുമാനപ്പെട്ട കോടതി നിയമാനുസൃതമായി കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ഇനിയും ചെന്താമരയ്ക്ക് കിട്ടേണ്ടതുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അവരുടെ വീട്ടിൽ പോയി ഇളയ പെൺകുട്ടിയുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സംരക്ഷണം എന്ന നിലയ്ക്കുള്ള കാര്യവും ആലോചിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്ന് ഇളയ പെൺകുട്ടിക്ക് ധനസഹായം എന്നത് നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കിട്ടാനുള്ളതല്ല. പക്ഷേ ഒരു കുടുംബവും ഇത്തരം കാര്യങ്ങളിൽ അനാഥമാവാൻ പാടില്ല. ആ ധനസഹായം അവർക്ക് ലഭിക്കട്ടെ. മറ്റെന്ത് ചെയ്യാൻ കഴിയുമോ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്യാൻ ജനപ്രതിനിധി എന്ന നിലയിലും അതുപോലെ തന്നെ CPIM-ൻ്റെയും ഇടതുപക്ഷ പാർട്ടിയുടെ പ്രതിനിധികൾ എന്ന നിലയിലും പൂർണ്ണമായും ശ്രമിക്കുന്നതാണ്. UTV ന്യൂസ്, പാലക്കാട്.